صل على سيدنا محمد وآله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف لا حول ولا قوة إلا بالله العلي العظيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. ഇന്ന് ഒന്നാവോ ഇല്ലയോ എന്ന് സംശയത്തോടു കൂടെയാണ് നമ്മൾ ഇന്ന് പരിപാടി വെച്ചതെങ്കിലും ഇന്ന് റബീഉൽ അവ്വൽ മാസം കണ്ടിട്ടുണ്ട് വെള്ളയിൽ. അതുകൊണ്ട് റബീഉൽ അവ്വൽ ഒന്നായി ഉറപ്പിച്ചു എന്ന വാർത്തയ്ക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിന്റെ ബന്ധം ഒരു മനുഷ്യനെ വിജയിപ്പിക്കുന്ന കാര്യം തീർച്ചയായും നിബിധങ്ങളോട് ബന്ധപ്പെടുന്നത് മാത്രമാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാവണമെങ്കിൽ മഹ്ശർ വരെ എത്തണം. അതിന് മുമ്പ് നമുക്കിങ്ങനെ ഒരു നേരത്തെ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, മുഴുവനായും മനസ്സിലാക്കി. മഹ്ശറില് കോടിക്കണക്കിന് കോടാനക്കോടിക്കണക്കിന് ആളുകളുണ്ട്. നമുക്ക് ആലോചിക്കുന്നത് സ്വർഗത്തിന്റെ വാതിലും നമ്മൾ സ്വർഗം ചേർന്നില്ല. സ്വർഗത്തിൽ വാതിലും മുന്നേറ്റ സ്ഥലമായാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതില് അങ്ങനെ പരിപാടി അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടായിരിക്കണം. നിങ്ങളോട് സംഘാടകർ 10 ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്ലാസ്സിനെ വിട്ടു. അത് എന്നാലും കുഴപ്പമില്ല, എനിക്ക് 10 എന്നാലും കുഴപ്പമില്ല. അതെന്താ വെച്ചാൽ എനിക്ക് എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് നോക്കൂല. അതൊന്നും നല്ലതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 7 മണി പറഞ്ഞാൽ 7 മണിക്ക് നിങ്ങൾ എപ്പോഴേക്ക് അവിടെ നമ്മളൊരു ഒക്കൂല. അതാണ് പ്രശ്നം. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നു പിന്നെ എല്ലാവരും 8 മണിക്കാർ വരും. 8 മണിക്ക് വന്നാൽ പോലെ എന്ന് ചോദിച്ചാൽ പിന്നെ ആദ്യം നോട്ടീസിൽ 8 മണിയാക്കണം. ഞാൻ 8 മണിക്ക് വരുള്ളൂ. അങ്ങനെയാണ്. അതായത് നമ്മളിങ്ങനെ വിചാരിച്ച വേറെ ആൾക്ക് എന്താ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ എല്ലാവരും വന്നാണ്ട് ബാക്കിലേക്ക് പോയിരുന്നത്. പിന്നെ ഞാനും ബാക്കിലേക്ക് പോട്ടെ തീരുമാനിച്ചതാണ്. എന്താ നമുക്കൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് വന്നാണ്ട് അതിനെ മുന്നിൽ ഇരുന്നാൽ എന്താ വരിക. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലായി. ചില ആൾക്കാർ വെള്ളിയാഴ്ച ബാക്ക് വന്നാലാണ് ഇത് കുറ്റം പറയല്ലേ, അത് വർക്കാരല്ല. ഭരണസംഘടനയാണ് എന്ത് വയലിൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചില ആൾക്കാർ വെള്ളിയാഴ്ച ബാക്ക് വന്നാലാണ് ആ വാതിൽക്കാൻ കടന്നാണ് അവിടെ തന്നെ കിട്ടും. എന്ത് ലക്ഷം മുന്നേക്കഞ്ഞിരുന്നപ്പോൾ എന്താ വരിക? ഒന്നും വരില്ല. പെരുന്നാളൊക്കെ ആയാൽ കുട്ടിയുടെ നടത്ത് വരും പള്ളിയൊക്കെ.
കുട്ടികൾ നാളത്തെ വന്നാൽ ഇവരൊക്കെ ചെല്ലാൻ മൈക്കൊക്കെ ഓണാക്കിയിട്ടുണ്ടാവും. പൈക്കൂടെ ഞാൻ ചെല്ലാൻ വന്നാൽ ഒരു ഹരമുള്ള പരിപാടിയാണ്. പിന്നെ നേരം വൈകിട്ട് കാരണന്മാരൊക്കെ വന്നാൽ കുട്ടികളൊക്കെ ബാക്കിൽ പോയി. ആ കാരണവർക്ക് നാളത്തെ വന്നില്ല. ആദ്യം വന്നവർക്കുള്ളതാണ് മുമ്പ് വരുന്നത്. കുട്ടികൾ വന്നവർക്ക് ഇരിക്കാം, വലിയവർ വന്നവർക്ക് ഇരിക്കാം. വലിയൊരു വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാക്കിൽ അവരിലാക്കി മൂത്രക്കലിന്റെ അടുത്തും പോയിരുന്നുണ്ട്. പിന്നെ അവസാനം കുട്ടികളൊക്കെ ബാക്കിൽ എന്ന് പറയാൻ അതൊരു അർത്ഥമില്ലാത്ത പരിപാടിയാണ്. ആദ്യം വന്നവര് മുന്നിൽ, പിന്നെ വന്നവർ അതിന്റെ ബാക്കില്, അവസാനം വന്നവര് വാതിക്ക്, അതും കഴിഞ്ഞിട്ട് വന്നവര് കോണിന്, പിന്നെ താഴെ നിൽക്കുക. അങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞത്. അതെപ്പോഴും നമ്മൾ നന്മയിൽ മുൻപന്തിയിൽ നിൽക്കുക എന്ന ഒരു തത്വം നമുക്കുണ്ടായിരിക്കണം. യുദ്ധത്തിന് പോവുകയാണെങ്കിൽ മുന്നിലേക്ക്, യാത്ര പോവുകയാണെങ്കിൽ മുന്നിലേക്കായി. സ്വന്തം കാറിൽ മുതലാളി മുന്നിലത്തെ സീറ്റിരിക്കണം. മുമ്പൊക്കെ ബാക്കത്തെ സീറ്റിരിക്കലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മുന്നിലത്തെ സീറ്റിലായിട്ടുണ്ട്. സ്വന്തം കാറിൽ മുതലാളി, കാറിന്റെ ഉടമസ്ഥൻ മുന്നിലത്തെ സീറ്റിരിക്കണം. ഒരിക്കലും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ചെന്നു. ഉച്ച സമയത്തായിരുന്നു ചെല്ലെത്തുന്നത്. ഭക്ഷണം കഴിച്ച് പോരുന്ന സമയത്ത് വാഹനമില്ല, നല്ല വെയിലാണ്. വീട്ടുടമസ്ഥൻ പറഞ്ഞു, എന്റെ വാഹനപ്പുറത്ത് നിങ്ങൾ പൊയ്ക്കോളിയാറിന്റെ വാഹനം കൊടുത്തു. ആ വാഹനം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടുടമസ്ഥൻ തന്റെ മകനെ പറഞ്ഞേക്കാണ് കൂടെ. അപ്പൊ വീട്ടുടമസ്ഥൻ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുമ്പിലും വിജയ് ബാക്കിലും ഇരുന്നിട്ട് പോയിക്കോ. ജീവിതവും അവിടുത്തെ ദർശനവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒക്കെ കുറച്ചാണ് അങ്ങനൊരു പിന്നെ കൊല്ലാൻ കണ്ടു പരിപാടി നമ്മളോട് പറയുമ്പോൾ അവിടെ ധാരാളം പറയാം. ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ എപ്പോഴും നമ്മളെ വീട്ടിൽ നടത്താൻ വരെ കൊല്ലൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് എല്ലാം ഉണ്ടായിരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്. നബി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുക എന്ന് പറഞ്ഞാല് എല്ലാ വിഷയങ്ങളിലും അതുണ്ടാവും. സുന്നി ജനസംഘവും SKSF ഒക്കെ റമദാനിൽ ഒരു ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ്, സ്നേഹമാണ്, സൽവിചാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആളുകളെ ബോധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ചിലപ്പോൾ മകനെ തോന്നും എന്റെ പ്രധാനമായി. നമ്മുടെ ഈമാനിന് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മളാരും സ്വലാത്ത് കാലം കണ്ടിട്ടില്ല, നമ്മളാരും സ്വർഗം കണ്ടിട്ടില്ല, നമ്മളാരും നരകം കണ്ടിട്ടില്ല, നമ്മളാരും ഹൗദ് കണ്ടിട്ടില്ല, മീസാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് അവിടെ മനസ്സിലാവില്ല. മീസാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? തുലാസ്. മീസാൻ എന്ന വാക്കിന് ശരിക്കും തുലാസ് തന്നെ ഉദ്ദേശം ഉണ്ടോന്ന് അറിയില്ല. ആ വാക്കിന്റെ അർത്ഥം തുലാസ് എന്നാണെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഒരു തുലാസാണ് അതിനൊന്നും വെക്കാൻ നിർവാഹമില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും തുലാസ് ഒരേമായില്ലല്ലോ. പഴയ കാലത്തൊക്കെ തുലാസ് വെള്ളിക്കോലായിരുന്നു പറഞ്ഞിട്ടുണ്ട്. മ്യൂസിയത്തിലൊക്കെ ചെന്നാക്കാം വെള്ളിക്കോല്, അല്ലാതെ ആരും ഉപയോഗിക്കണേ നമ്മൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചങ്ങലുള്ള തുലാസാണ് വന്നത്. 3 ചങ്ങലുള്ള തുലാസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കാറുണ്ടായിരുന്ന ഒരു തുലാസാണ് ഞാൻ മേശപ്പുറത്ത് വെക്കണ ഇങ്ങനെ ഒരു പാത്രത്തിലുള്ള തുലാസ്. അത് കഴിഞ്ഞ് കാലം വളരെ മുന്നോട്ട് പോയി. ഇപ്പൊ ഡിജിറ്റൽ തുലാസുകളാണ്. വണ്ടി തൂക്കുന്ന തുലാസുകളുണ്ട്. വണ്ടിയും വറവും കൂടി ഒന്നായിട്ട് തൂക്കും. അങ്ങനത്തെ തുലാസ് വരെ. ലോഡും കമ്പിയും കൂടി ഒന്നായിട്ട് തൂക്കുന്ന തുലാസ് വരെ. അതൊക്കെ എങ്ങനെയൊക്കെ തുലാസ് എന്നറിയാം. മീസാൻ എന്ന് പറഞ്ഞാൽ മീസാൻ. അത് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുലാസിന് അർത്ഥം വെക്കാനേ ഉള്ളൂ. സിറാത്ത് എന്ന് പറഞ്ഞാൽ സിറാത്ത് തന്നെ അതിന്റെ അർത്ഥം. പാലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചൊരർത്ഥമാണ്. അങ്ങനെ തന്നെ ഓരോ സാധനം നമുക്ക് ആ സാധനം മനസ്സിലാവില്ല. സിറാത്ത് പാലം എന്ന് പറഞ്ഞാല് മുടിയേക്കാൾ നേർമയായതും
വാളിനേക്കാൾ മൂർച്ചുള്ളതും കറുപ്പ് ശക്തിയായതും നരകത്തിന്റെ മേലെ കൂടെ കെട്ടിയതും അത്രയും മനസ്സിലാവില്ല. ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മേലെ കൂടെ നടക്കണം, അത് മനസ്സിലാവില്ല. വാളിനേക്കാൾ മൂർച്ചുള്ളതായിക്കോട്ടെ, മുടിയേക്കാൾ നേർമയായതും കുഴപ്പമില്ല. നരകത്തിന്റെ മേലെ കൂടെ കെട്ടിയിട്ടുണ്ടോ, അതും പ്രശ്നമില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മേലെ കൂടെ നടക്കണമല്ലോ, മനസ്സിലാവാത്ത സംഗതിയാണ്. ബഹുമാനപ്പെട്ട റഖീബ് അത്തീദ് അലൈഹിസ്സലാം എന്നീ രണ്ട് മലക്കുകള് വലത്തും ഇടത്തും ചുമലുകളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ നന്മതിന്മകൾ എഴുതുന്ന ഏട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സാധനം മനസ്സിലാവില്ല. നമ്മൾ പഴയത് വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പഴയ പേപ്പറൊക്കെ ഉണ്ടാവും ഓരോരുത്തർ പോലെ. അങ്ങനെ നോക്കാൻ നിർവ്വാഹമില്ല. കാരണം ഏട് ഓരോ കാലത്ത് ഓരോന്നാണ്. പഴയ കാലത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ സ്ലൈറ്റിൽ എഴുതിയിരുന്നു, എല്ലുകളിൽ തോലുകളിൽ ഓലക്കഷ്ണങ്ങളിൽ ഒക്കെ എഴുതിയിരുന്നു. അപ്പോൾ എല്ലാ കാലത്തെയും തുലാസ് ഒരേമാതിരിയല്ല, വ്യത്യാസം ഉണ്ടാവും. എല്ലാ കാലത്തെയും ഏട് ഒരേമാതിരിയല്ല, വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ഒരേ ഒരു സാധനമുള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലായാലേ സിറാത്ത് പാലം മനസ്സിലാവുള്ളൂ. അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലായാലേ ഹൗള് മനസ്സിലാവുള്ളൂ, ജന്നത്ത് മനസ്സിലാവുള്ളൂ, നാറ് മനസ്സിലാവുള്ളൂ, ഒക്കെ മനസ്സിലാവുള്ളൂ. അതാണ് പോയാൽ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളത് പോകും. അപ്പൊ നമ്മളെ ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസവും താല്പര്യവും. വിശ്വാസം ഉണ്ടായതുകൊണ്ട് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. വിശ്വാസമുള്ള എല്ലാ സാധനവും നമുക്ക് താല്പര്യം തോന്നുന്നല്ല. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വിശ്വാസമുണ്ട്. 10 കോല് കിണറുള്ള 10 കോല് ആഴമുള്ള കിണറിന്റെ മേലെ താഴത്തേക്ക് ചാടിയാൽ കാല് മുറിയുന്നുള്ളത് വിശ്വാസമാണ്. താല്പര്യമുള്ളതപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പോയി ചാടില്ല. വിശ്വാസമുള്ള എല്ലാ കാര്യവും താല്പര്യമുള്ള കാര്യം നോക്കണമെന്നില്ല. വിശ്വാസം വേറെയാണ്, താല്പര്യം വേറെയാണ്. 3 കാര്യങ്ങൾ താല്പര്യം ഉണ്ടായാലേ ഇസ്ലാം ദീന്റെ രസം ഉണ്ടാവുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 കാര്യം വിശ്വാസം പോലെ താല്പര്യമാണ്. 1, മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. وبمحمد صلى الله عليه وسلم نبيا وبالإسلام دينا, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടാലേ ഈമാന്റെ രസം ഉണ്ടാവുള്ളൂ. وبمحمد صلى الله عليه وسلم نبيا ورسولا, നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലേ ഇസ്ലാം ദീന്റെ രസം ഉണ്ടാവുള്ളൂ. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ-ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിലെ ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന അധ്യായം ആണ്. ഈമാൻ ഭയങ്കര രസമുള്ളതാണ്, എല്ലാവർക്കും രസം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈമാന്റെ മാധുര്യം. അതിലൊരു ഹദീസ് പറയുന്നുണ്ട്, മൻ റളിയ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഈമാന്റെ മധുരമുണ്ടാവും. അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിച്ചാൽ പോരാ. അംഗീകരിക്കലും ഇഷ്ടപ്പെടലും രണ്ടാണ്. നമ്മളെ അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അംഗീകാരം നമ്മൾക്കുണ്ട്, വേറെ വൈദ്യൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ എന്ന് വിചാരിക്കാം. തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. വ്യാഴാഴ്ച 1ാമത്തെ സൽക്കാരത്തിന് വന്നു. നല്ല ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും പപ്പടിയും തിന്നു. സൽക്കാരം കഴിഞ്ഞ് 2 ആളും കൂടി മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് വിചാരിച്ചു. പുതിയാപ്ര മരിച്ചു, ഇതിന് ബാക്കിയായി. നാട്ടുകാർ മൊത്തം പറയും ആ പെണ്ണിൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധിയായി പോയി. പെണ്ണിന്റെ വിധി എന്നുള്ളത് പെണ്ണിലേക്ക് ചേർക്കപ്പെട്ട വിധിയാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ അള്ളാന്റെ തീരുമാനമല്ല. നമുക്ക് അതിനോട് എന്താ തോന്നുന്നത്? ഒരു വിവരമില്ലാത്ത അള്ളാഹുത്തരാണെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ വേറെ നിർവാഹമൊന്നുമില്ല. എന്താ കാറ്റ പഠിച്ചുകൊണ്ട് വിദ്യ എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെട്ട അംഗീകരിക്കലല്ല, വേറെ വഴിയില്ലാത്തതൊന്നും അംഗീകരിക്കലാണ്. ഈമാന്റെ രസം ഉണ്ടാവില്ല. ഈമാന്റെ രസമാണെങ്കിൽ അള്ളാഹനെ ഇഷ്ടപ്പെട്ടേ തീരൂ. അംഗീകരിച്ചാൽ പോരാ, വിശ്വസിച്ചാൽ പോരാ. അതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ്. ഇഷ്ടം വേറെയാണ്. ഇഷ്ടം ഉണ്ടെങ്കിലേ ഈമാന്റെ രസമുള്ളൂ.
വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് മുസ്ലിമാരുണ്ട്, ഇഷ്ടപ്പെട്ട മുസ്ലിമാരുണ്ട്. കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയായിട്ട് മുസ്ലിമാർ അങ്ങുണ്ട്. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുമുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്. എന്താ കാട്ട്, നമ്മൾ മുസ്ലിമായി പോയില്ലേ? അത് ഇഷ്ടപ്പെട്ട മുസ്ലിമായതല്ല, അതിന് ഈമാന്റെ രസം ഉണ്ടാവില്ല. അത് വേറെ വൈദ്യമൊന്നുമില്ലാത്തതോടെ എങ്ങനെയായിട്ട് പോവാണ് മുസ്ലിമായതാണ്. ഇസ്ലാം ആകുന്നത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ, നല്ല മക്കളൊക്കെ ഇട്ടിട്ട് കോളേജിൽ പോണ കുട്ടിയാണ്, കൂട്ടുകാരോട് പറയണത് എന്താ കാട്ട, വാപ്പിയൊക്കെ ഭയങ്കര റിലീജിയസ് ആണ്, അവരൊക്കെ മതപരമായി ഭയങ്കര സ്ട്രോങ്ങുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇങ്ങനെയല്ലാതെ പോരാൻ അയക്കൂല. ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ല, കഷ്ടപ്പെട്ട് കെട്ടിയതാണ്. ഒരു രസം ഉണ്ടാവില്ല. ഇഷ്ടപ്പെടാതെ ഖുർആൻ ഓതിയ ഒരു രസമില്ല, ഇഷ്ടപ്പെടാതെ നിസ്കരിച്ചാൽ ഒരു രസമില്ല, ഇഷ്ടപ്പെടാതെ സ്വതപ്പ് കൊടുത്തു വരുന്നുണ്ട് 4 ആൾക്കാർ പിരിവിന് കൊച്ചിലേക്ക് പോലും മുന്നോട്ട് വിളിച്ചു നോക്കണം, ഉണ്ടാക്കില്ല, ഒരു രസം ഉണ്ടാവില്ല. പിന്നെ അൽഹംദുലില്ലാ പള്ളിൻ്റെ ആൾക്കാർ പിരിവിന് വരുന്നുണ്ട്, ഉള്ളിൽ പോയിട്ട് ഒന്നാമത്തെ നന്ദി സന്തോഷിച്ചുകൊണ്ടാണെങ്കിലും ഭയങ്കര രസമായിട്ടാണ്. وبمحمد صلى الله عليه وسلم نبيا ورسولا, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ ഈമാന്റെ മാധുര്യം ഉണ്ടായിരിക്കുന്നതാണ്. നബി തങ്ങളെ ഇഷ്ടപ്പെടണം. നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നത് ബുദ്ധിപരമായാൽ പോലെന്നാണ്, പ്രകൃതിപരമായിരിക്കണം. 2 തരം ഇഷ്ടപ്പെടലുണ്ട്. ബുദ്ധിപരമായ ഇഷ്ടപ്പെടലുണ്ട്, പ്രകൃതിപരമായ ഇഷ്ടപ്പെടലുണ്ട്. ബുദ്ധിപരമായ ഇഷ്ടപ്പെടലിനെ അഖലിയായ ഹുബ്ബ് എന്ന് അറബിയിൽ പറയും. പ്രകൃതിപരമായ ഇഷ്ടപ്പെടലിനെ ത്വബഈയായ ഹുബ്ബ് എന്ന് അറബിയിൽ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖലിയായി ഇഷ്ടപ്പെട്ടാൽ പോരാ, ത്വബഈയായി ഇഷ്ടപ്പെടണം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വെളിയങ്കോട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ശരീഫിന്റെ അടുത്ത് ബൈത്തിൽ മുസ്തഫ നബി തങ്ങൾ റൗള ശരീഫ് തുറന്നു കൊടുത്തു, കൈ പിടിച്ച് മുത്തി നബി തങ്ങളോട് സലാം പറഞ്ഞു. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. സംഗതിയിലിപ്പോ ആ ബൈത്ത് നമ്മുടെ ശ്രദ്ധീന്റെ വക്കത്തുണ്ടല്ലോ. ഉംറക്ക് പോകുമ്പോ ഹജ്ജിന് പോകുമ്പോ അത് കടലാസിൽ എഴുതിയെടുത്ത് പോവുക. 100 വട്ടം ചെയ്താലും കുഴപ്പമില്ല. മുപ്പര് 100 വട്ടം ചെയ്തില്ല, 30 ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ. എന്താ കാര്യം? ബുദ്ധിപരമായാൽ പോരാ, ആലോചിച്ചപ്പോ ഇത് ഉണ്ടായാലേ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ടാ പോരാന്ന്. അതാണ് ബുദ്ധിപരം. ഇമ്മാനെ നോക്കന്നെ, അതിപ്പോ സ്വർഗ്ഗം പോവല്ലോ, ഒരു അറിവുണ്ടാവില്ല, ഒരു അസുഖം ചെയ്യുന്നു, നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു കാര്യം അങ്ങനെയാണ്. ഒരാൾ വാപ്പാനോട് അഭിപ്രായം ചോദിക്കുക എല്ലാ കാര്യത്തിലും. വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് പിന്നാലെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കല്ലാതെ എന്താ കാട്ടുക, ഒരു രസമില്ല. ഒരു സംഗതി ഇഷ്ടപ്പെട്ടാലേ അതിന്റെ രസമുള്ളൂ. ഇടങ്ങാറായിട്ട് ചെയ്താൽ ഒരു വിഷയത്തിൽ രസം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളന്നത്തെ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു വന്നൊരു അതിന്റെ രസം കിട്ടും, കഷ്ടപ്പെട്ട് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് നോക്കി എപ്പോഴൊക്കെ ചിന്തയുണ്ട്. അങ്ങനെ 10 ക്ലാസ് പേരിനോട് പറഞ്ഞു, എനിക്ക് ദേഷ്യമൊന്നുമില്ല, വളരെ സന്തോഷമുള്ളൂ. ഈ കൊളത്തൂരല്ല, ഞാൻ അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ട് വളാഞ്ചേരി ഏരിയയിലുള്ള കൊളത്തൂരാണ്. 58 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുഴപ്പമുണ്ട് എന്ന് പറയല്ല ഞാൻ സംഗതി. പക്ഷെ എന്താ വെച്ചാൽ കുറച്ചുകൂടി നല്ലവരുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഒരിക്കലായിരിക്കും എന്ന് കരുതിയിട്ട് ഓപ്ഷൻ കൊടുത്തതാണ്. ഞാൻ തന്നെ 10 പേരെടുത്ത വേറൊരു അവസരമില്ലല്ലോ. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പറയണത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഓരോന്നും ആസ്വദിക്കാനും ഓരോന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നിന് ഞാൻ പറയാൻ എല്ലാ സംഘാടകരോട് പ്രത്യേകിച്ച് ദേഷ്യവും ഒന്നുമില്ല. പെട്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇയാളെന്തെങ്കിലും മനുഷ്യനാണ്, ആ 10 ദിവസം മുമ്പേക്കാണ്ട് ഏറ്റെടുത്തില്ലായിരുന്നില്ലേ എന്നൊക്കെ തോന്നും. അപ്പോൾ വിഷമമൊന്നും വിചാരിക്കരുത് എന്ന് അങ്ങോട്ട് തിരിച്ചു പറയാം. നിങ്ങൾ എന്നോട് തുടക്കത്തെ പറഞ്ഞു ഞങ്ങൾ നേരം വലിയ വിഷമിക്കരുത്. എനിക്ക് അത് വിഷമമില്ല, ഞാൻ എനിക്കിത് ഇവിടുത്തെ മാത്രം അനുഭവമല്ല. അവിടെ സമാധാനം അത് തിരിഞ്ഞ് നിങ്ങൾ നേരം വലിയ ഒരു ചെയ്യരുത്. അത് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ തോന്നുന്നു ഓരോരുത്തർക്ക്. ഇപ്പൊ ഞാൻ മാത്രമാണ് വിചാരിച്ചിട്ട് എന്താ ഇപ്പൊ കാര്യം, എന്താ എനിക്ക് മാത്രമാണ് വിചാരിച്ചത് അല്ല, നമുക്കും തോന്നാനല്ലേ. അതിപ്പോ എല്ലാവരും നേരം വലിയ ഇപ്പൊ ഞാൻ മാത്രമാണ് വിചാരിച്ചിട്ട് എന്താ കാര്യം, അനക്ക് മാത്രം വിചാരിച്ചാൽ എന്താ കുഴപ്പം പറ്റുക? ഒരു കുഴപ്പം പറ്റല്ലല്ലോ. കാലഘട്ടത്താറ് വസാദായി ഒന്നും ചെയ്യാനില്ല. കാലഘട്ടം വസായിട്ടില്ല, നമ്മള് വസാദായിട്ടുണ്ട്.
വെറുതെ മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യം. കാലഘട്ടത്തിൽ ആളെ കുട്ടനായിട്ടില്ല, ആ കേട് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ മോശമായിട്ടില്ല, ആട്ടായി അൽക്കുണ്ടായി, ഒരു സംഭവം ഇല്ല. നമ്മൾ കേടൊന്നും അല്ലാതൊന്നുമില്ല. നമ്മൾ നേരെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ കുഴപ്പം പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം. നമ്മൾ തന്നെയാണ് ഈ സമൂഹം എന്ന് പറഞ്ഞത്, നമ്മൾ തന്നെയാണ് ഈ ഉമ്മത്ത് പറഞ്ഞത്, നമ്മളൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മളിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇസ്ലാം ദീനിനെ അംഗീകരിച്ചാൽ പോരാ, ഇസ്ലാമിനെ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ഈമാന്റെ മാധുര്യം ഉണ്ടാകുക. ഈമാൻ ഭയങ്കര രസമുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് അതിന്റെ രസം അനുഭവിക്കാൻ കഴിയും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹൃദയത്തിന്റെ ബന്ധം ശരീരത്തിന്റെ ഏറ്റവും വലിയ ആവേശമാകുന്നു. നിബിധങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ, ശരീരം എല്ലാം പഠന വിഷയമാണ്. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ, ഉണ്ണി യേശു ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ റബീഉൽ മന്ത്രത്തിന് നമ്മളെ കുട്ടികൾ പറയുന്നത് ഇന്റർനാഷണൽ വിഷയങ്ങളാണ്. ചെറിയ കുട്ടികൾക്ക് അതിനനുസരിച്ച് കുട്ടിത്തമുള്ള കാര്യം, നിബിധങ്ങളുടെ കുട്ടിക്കാലം പഠിക്കാൻ മാത്രമേ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കണേന്റെ മുമ്പ് വായിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബർക്കത്ത് ചെയ്തത് ആർക്കെന്നെയാണ്? മുഹമ്മദ് നബിക്കാണ്. ഏറ്റവും നിഅമത്ത് ചെയ്തത് ആർക്കെന്നെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ജനിക്കണേന് മുമ്പ് വായിച്ചു റഹ്മത്ത്. നമ്മുടെ ജാല റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ചിക്കൻ, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ജോലി, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പെരപ്പണി ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ റഹ്മത്തുണ്ടായ ആളും മുഹമ്മദ് നബിയാണ്, നിഅമത്തുണ്ടായ ആളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ബർക്കത്തുണ്ടായ ആളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനിക്കാൻ മുമ്പ് വായിച്ചു. 6-ാമത്തെ വയസ്സിൽ മദീനയിൽ പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അബവാഹി എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒട്ടകങ്ങൾ പോകുന്ന പാതയിലാണ് അബവാഹി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. നാഷണൽ ഹൈവേ അല്ല, ഒട്ടകം സഞ്ചരിച്ചിരുന്ന പാതയിൽ അബവാഹി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 6-ാമത്തെ വയസ്സിൽ സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടി വരുന്ന ഒരു കുട്ടിയെ ഒന്ന് കൽബിൽ സങ്കല്പിച്ചു നോക്കി. അല്ലാഹു തആല ലോകത്തെ ഏറ്റവും റഹ്മത്ത് ചെയ്തത് ആർക്കെന്നെയായിരുന്നു? മുഹമ്മദ് നബിക്കെന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്ത് ചെയ്തതും ബർക്കത്ത് ചെയ്തതും. എന്താ വിഷയം? റഹ്മത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, നിഅമത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ബർക്കത്ത് എന്താണെന്ന് മനസ്സിലായില്ല. ആകെ പുണ്യനബിക്ക് കൂട്ടുണ്ടായിരുന്നത് എളാപ്പയാണ് അബൂ ത്വാലിബ്. പിന്നെ ഉണ്ടായിരുന്നത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയാണ്. രണ്ടുപേരും ഒരേ വർഷത്തിലാണ് മരണപ്പെടുന്നത്. ആ കൊല്ലത്തെ ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരിക്കൽ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പുണ്യനബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അബൂ ത്വാലിബും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും വഫാത്തായ ആ സംഭവമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ സംഭവം അതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞല്ല, അതല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം അതല്ല. മക്കയിൽ താമസിച്ച് ഞാൻ എല്ലാ നിലയിലും ശിപ്പായി കുടുങ്ങി, ആരും സഹായിക്കാനില്ല. സഹായത്തിനുണ്ടായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം എന്റെ ഉമ്മാന്റെ കുടുംബക്കാരുള്ള ത്വായിഫിലേക്ക് ഞാൻ യാത്ര ചെയ്തു. നബി തങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മോൺ വഴി. ഒരു മനുഷ്യൻ പറ്റ കുടുങ്ങിയാൽ പിന്നെ പോണ സ്ഥലമാണ് അമ്മോന്റെ വീട്. ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ എവിടെ പോകും? പിന്നെ ഒരു ചെങ്ങായിനെ കൊണ്ട് എല്ലാവരും ചീപ്പായാൽ അവസാനം പോയി പറയാൻ ആരെടുത്താണ്? അമ്മയുടെ. അങ്ങനെ പോയി. അതാണ് അമ്മമാരൊക്കെ പോയി. 100 കിലോമീറ്ററാണ് ഏകദേശം. 94 കിലോമീറ്ററാണ് പഴയ കണക്ക്. 94 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് പോയത്. നടന്നിട്ട്, വാഹനപ്പുറത്തല്ല. ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് വന്നാണ് ഞാനാണ്. പക്ഷെ നടന്നിട്ടല്ല, വണ്ടിയിലാണ്. എന്നാൽ അതിന്റെ നേരെ പകുതിയോട് ഞാൻ വന്നിട്ട് ഇതിനെ നേരെ ഇറച്ചി നടന്നിട്ടാണ് മക്കയിൽ നിന്ന് പോയത്. ഇത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു വേവലാതിയും തോന്നാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് വേണ്ട കണ്ടിട്ട് വരികയാണ്. വൈഫൊക്കെ പോയെന്നത് ശരിയാണ്, അതൊക്കെ പിന്നെ കഴിഞ്ഞു പോയില്ലാണ്. പക്ഷെ ആ സമയത്ത് ഇത് കഴിഞ്ഞു പോകുമെന്നൊരു മനസ്സിലില്ല.
ഇതിന് മുമ്പിൽ ഒരു പ്രതീക്ഷ ഇല്ല. മക്കത്തെ എല്ലാ പ്രതീക്ഷയും കുറച്ച് കഴിഞ്ഞ് മദീനത്തേക്ക് പോകാന്നുള്ള ഒരു ഓപ്ഷനൊന്നും ഇല്ല. പോണ സമയത്ത് അങ്ങനെയാണ് പോയത്. ത്വായിഫ് നമ്മളിങ്ങനെ തോന്നുന്നു നമുക്ക് നബി തങ്ങൾ ത്വായിഫിൽ പോയിങ്ങാണ്ട് ഓരോ സ്വീകരിച്ചിട്ട് അപ്പം തന്നെ പോകുന്നതാണ്. എന്നല്ല, 10 ദിവസം ത്വായിഫിൽ കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കുടുംബക്കാരെ വരയിലും കയറിയിട്ട് എന്നെ സ്വീകരിക്കും. ഞാൻ അള്ളാനെ പറ്റി പറയാറ്, വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു സ്വീകരിച്ചില്ല. 10 ദിവസം വീടുകളിൽ കൂടെ കയറി, പച്ചവെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. 10 ദിവസം കഴിഞ്ഞ് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ നബി തങ്ങൾ മടങ്ങിപ്പോയപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറി നിസ്കരിക്കാൻ നിന്നപ്പോൾ നിസ്കാരം പൂർത്തിയാക്കാൻ അയച്ചില്ല. അവസാനം റോഡ് സൈഡിൽ ബോഡിങ്ങാണ് നിസ്കാരം പൂർത്തിയാക്കി. ബാക്കിൽ നിന്ന് കല്ലെടുത്ത് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ കണ്ണിന് കൊള്ളുമെന്നതിനാൽ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നബി തങ്ങൾ ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് നിന്ന സ്ഥലത്തേക്ക് ഇന്ന് 48 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് പോലും നിന്നിട്ടില്ല. ത്വായിഫിൽ നിന്ന് പോകുന്നു പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട് തോന്നുന്നു. ത്വായിഫിൽ നിന്ന് നബി തങ്ങൾ തിരിച്ചു ഓടിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയിട്ട് നിന്ന സ്ഥലത്ത്, സൗദിയിലുള്ള ആ സ്ഥലത്തേക്ക് ഇന്ന് ത്വായിഫിൽ നിന്ന് 48 കിലോമീറ്റർ ദൂരമുണ്ട്. 48 കിലോമീറ്റർ ഓടിയിട്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതെന്തിനാ വെച്ചാൽ അങ്ങനെയൊക്കെ ആയതിനു ശേഷവും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അബൂ താലിബും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും വഫാത്തായതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള സംഭവം? അല്ല, ഞാൻ ത്വായിഫിൽ നിന്ന് മടങ്ങി പോന്നതാണ് എന്ന് പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി. എന്നിട്ടൊരിക്കൽ പറഞ്ഞു, എനിക്ക് അന്ത്യനാളിൽ ശഫാഅത്തിന് അനുമതി കിട്ടിയാൽ ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നത് ത്വായിഫിൽ നിന്ന് വിശ്വസിച്ചവർക്ക് വേണ്ടിയായിരിക്കും. അവിടെയാണ് സ്വഭാവം മനസ്സിലായത്. സ്വഭാവം അവിടെയാണ് മനസ്സിലാവുള്ളൂ. നമ്മളോട് ശത്രുതയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് കേട്ടാൽ നമ്മളെ കൽബ് എന്താ പറയാ, പോകാനല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടതാണ്. അവിടെയാണ് നമ്മള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് മുഹമ്മദ് അലി ശാന്തങ്ങളെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. എന്റെ നാട്ടുകാരൊരു പുറത്തൂട്ടി മുഹമ്മദ് അലി എന്നിട്ടായിരുന്നു. അടുത്ത ഒപ്പത്ത് അള്ളാഹുവിന്റെ ദർജ ഉയർത്തരുത്, നല്ല മുസ്ലിം മുമ്പിലൊക്കെ ഒരു സംഭവം പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശാന്തങ്ങളെടുത്ത് ഇവർക്ക് കുറെ ആൾക്കാർ ഒരു കേസ് ഇട്ടു. ഒരാള് ശാന്തങ്ങളെ ലെറ്റർ പേടിന്റെ അതേമാതിരി ലെറ്റർ പേട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ശാന്തങ്ങൾ എഴുതുമ്പോൾ കത്തൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിവടത്തി. ഇവർക്ക് സ്വന്തം ഇയാളെ സഹായിക്കണം എന്ന് പറഞ്ഞാണ്ട് ശാന്തങ്ങൾ എല്ലാവർക്കും കത്ത് അങ്ങനെ കരയിലെ കൊണ്ടുപോയിട്ട് നല്ല പിരിച്ചു. ഇപ്പൊ ഒരു പള്ളിക്കൊന്നും ഇങ്ങനെ പിരിച്ചു. പള്ളി കമ്മിറ്റിക്കാർക്ക് ഒരു സംശയം തോന്നി, ഈ കത്ത് ഒറിജിനലാണ്. ശാന്തങ്ങളുടെ വേറൊരു കത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ അല്ലാന്ന് മനസ്സിലായി. ചീപ്പ് കയറ്റിങ്ങാണ്ട് എല്ലാവരും കൂടി തങ്ങളെടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. വണ്ടിയിൽ നിന്നൊക്കെ പിടിച്ചു വലിച്ചിറക്കിയിട്ട് തങ്ങളെടുത്ത് കൊണ്ടുപോയി. തങ്ങളിപ്പം ചില്ലറക്കാരനല്ല, നിങ്ങളെ ലെറ്റർ പേടും സീലും അധികമായി കട്ടടിച്ചിട്ട് പിരിവ് നടത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ശാന്തങ്ങളെ ചോദിച്ചു, ചെയ്തു വിളിച്ചു. അയാൾ പറഞ്ഞു, നമ്മളെ കൽപ്പ എവിടെയാണ്, ശാന്തങ്ങളുടെ കൽപ്പ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്താണ് ഇസ്ലാം ചെയ്യുന്നത്, എന്താണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുള്ളൂ. അവർക്ക് നമ്മളിനി കുറേ യാത്ര ചെയ്യേണ്ടതുണ്ട്, കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ശത്രുവിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് നീ കേൾക്കും, അപ്പോൾ നീ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഉടനെ വാഹനം സൈഡാക്കിയിട്ട് നിന്റെ ശത്രുവിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് നിനക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത് എന്ന ഗുണം നിന്നിലേക്ക് അല്പാൽപമായി വരുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാം. നമ്മൾ അങ്ങനെയല്ലല്ലോ. ശരിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന ഗുണം മുസ്തഫ നബി തങ്ങളിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഹീമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തിന്റെ എല്ലാമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. നബി തങ്ങളുടെ റഹ്മത്ത് നമ്മളിലേക്ക് വരണം. എന്താ റഹ്മത്ത് വരിക എന്ന് പറഞ്ഞാൽ
റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ് റഹ്മത്ത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവർക്കും അനുസരണയില്ലാത്തവർക്കും വാത്സല്യം ചെയ്യുന്നവനാണ് റഹ്മാൻ. എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചാല്, ഞങ്ങളെ മോളെ കെട്ടിക്കുമ്പോ കല്യാണം പറഞ്ഞിട്ട് വന്നില്ല, ഓന്റെ മാല കെട്ടിക്കുമ്പോ കല്യാണം പറഞ്ഞാൽ പോകണേന്റെ പേരാണ് റഹ്മത്ത്. നമ്മള് കാല് കിടന്നിട്ട് ആശുപത്രി കിടന്നപ്പോ അതിന്റെ അടുത്ത് കൂടെ നടന്നു പോയിട്ടും കാര്യാക്കാത്താം കാല് കിടന്ന് ആശുപത്രിയിലുണ്ട് എന്ന് കേൾക്കുമ്പോ പോയി നോക്കാൻ തോന്നുന്നതിന്റെ പേരാണ് റഹ്മത്ത്. അങ്ങോട്ട് ഇതമാതിരി അങ്ങോട്ട് ചെയ്യുന്നതിന്റെ പേരല്ല റഹ്മത്ത്. പകരം ചെയ്യാൻ ആരെക്കൊണ്ടാക്കാത്തതായി ഏറെ ചെയ്യാനാണ് മൂമിനാവേണ്ടത്. ഇങ്ങോട്ട് ചെയ്ത അതേമാതിരി ചെയ്യാൻ മൂമിനാവേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവരും ചെയ്യും. അതിലേറെ ചെയ്യാനാണ് മൂമിനാവേണ്ടത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. എനിക്ക് ശഫാഅത്തിന് അനുമതി കിട്ടിയാൽ ഞാൻ മക്കക്കാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.